സംഗീത നാടക അക്കാദമി കാസർഗോഡ് തിയേറ്ററിക് സൊസൈറ്റിയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച മലയാളം കന്നഡ നാടകോത്സവം ശ്രദ്ധേയമായി. അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. TVS നാമൻസ് ഓട്ടോമൊബൈലിലൂടെ സ്വന്തമാക്കൂ പുത്തൻ അപ്പാച്ചെ സീരീസിലെ പുതിയ മോഡലുകളായ 164V, RR 310, RTR 310 എന്നീ പുതിയ മോഡലുകളിലുള്ള ബൈക്കുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾക്ക് നാമൻസ് ഓട്ടോമൊബൈൽ LLP, TVS ഓതറൈസ്ഡ് മെയിൻ ഡീലർ, നുള്ളിപ്പാടി, കാസർഗോഡ്. കേരള സംഗീത നാടക അക്കാദമി കാസർഗോഡ് തിയേറ്ററിക് സൊസൈറ്റിയുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന മലയാളം കന്നഡ നാടകോത്സവം വിദ്യാനഗറിലെ ചിന്മയ തേജസ് ഹാളിൽ അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നാടകങ്ങളുടെ പുതിയ വസന്തകാലത്തിന് തുടക്കം കുറിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്താണ് നാടകം? നാടിൻ്റെ ഉൾക്കാഴ്ച മനസ്സിലാക്കാനുള്ള ഒരു വിഷയമായിട്ടാണ് പണ്ടേ കൊണ്ടു നടന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക്, കേരളത്തിലുള്ള സാധാരണ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അവരുടെ ജീവിതം അടയാളപ്പെടുത്താനുള്ള ഒരു വിഷയം കൂടിയാണ് നാടകം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും കാസർഗോഡ് കേന്ദ്ര കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ 2 ദിവസത്തെ നാടകോത്സവം അതിഗംഭീരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നാടകകൃത്തും നിരൂപകനുമായ EP രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. അക്കാദമി അംഗങ്ങളായ രാജ്മോഹൻ നീലേശ്വരം, സന്തോഷ് കീഴാറ്റൂർ, സഹീർ അലി, മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ സ്മാരക സമിതി സെക്രട്ടറി ഉമേഷ് M സാലിയാൻ, അഡ്വക്കേറ്റ് TV ഗംഗാധരൻ, GB വത്സൻ എന്നിവർ സംസാരിച്ചു. TA ഷാഫി സ്വാഗതവും PV രാജൻ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടി, സംവിധായകരായ സന്തോഷ് കീഴാറ്റൂർ, ഹുളികപ്പ കട്ടിമണി എന്നിവരെ ആദരിച്ചു. തുടർന്ന് ജൊത്തെഗിറുവവനു ചന്ദിര കന്നഡ നാടകവും ശനിയാഴ്ച സന്തോഷ് കീഴാറ്റൂരിൻ്റെ പെൺനടൻ എന്ന നാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.